കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലത്തിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു വീട്. 5.1 സെൻറ്റ് സ്ഥലത്താണ് വീട് വന്നിരിക്കുന്നത്. 4 ബെഡ്റൂമുകളുള്ള വീടാണ്. 2550 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. KW വാട്ടർ കണക്ഷനാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് നിസ്സാര ദൂരമുള്ള 100 മീറ്റർ മാത്രമാണ് മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്നത്. പള്ളിക്കര ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകലമുണ്ട്. കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റിങ് തീമെല്ലാം ആ ആർക്കിടെക്ചറൽ ഡിസൈനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ളതാണ്. ഈ ഭാഗത്തായിട്ട് വെർട്ടിക്കലായിട്ടുള്ള സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ബാൽക്കണിയാണ് വരുന്നത്. ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അവിടെ വരുന്നത് പ്ലെയിൻ ഗ്ലാസും സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലുമാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്കാണ് വരുന്നത്. താഴെയും മുകളിലും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് ഈ കാണുന്ന റോഡാണ്. ചെറിയൊരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. മതിലിതാണ്. മതിലിൽ ഫുള്ള് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മതിലിന് പുറത്തുകൂടെ സ്ലൈഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോൾഡിങ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഫോൾഡിങ് ഗേറ്റ്. ഇനി വീടിൻ്റെ കോമ്പൗണ്ട് അകത്തേക്കാണ് നമ്മൾ വരേണ്ടത്. അതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. കാർ പോർച്ചിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വലിയ ഇന്നോവ പോലെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇവിടെ സാധിക്കും. 2 ഡിഫറെൻറ്റ് കളറുള്ള ഷേപ്പിലുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കോബിൾ സ്റ്റോൺസിൻ്റെ ഡിസൈനിൽ വരുന്ന ബ്രിക്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഉള്ള ബ്രിക്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. നമുക്ക് അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം മെറ്റൽ ചിപ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വീടിൻ്റെ അകത്തേക്കാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. ഇപ്പോൾ ഗ്രാനൈറ്റ് ആണ് ഈ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ്. നല്ലൊരു ഡിസൈൻ വരുന്ന ഒരു ഗ്രാനൈറ്റ് തന്നെയാണ്. ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു ലെതർ ഫിനിഷിലൊക്കെ വരുന്ന ഒരു ഗ്രാനൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. തേക്കുട്ടിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വലിയ ഒരു മെയിൻ ഡോർ തന്നെ നൽകിയിട്ടുണ്ട്. കട്ടിളകളും അതുപോലെ തന്നെ വലിയ കട്ടിളകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ്. 2550 സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയ്ക്കും നല്ല വലിപ്പം കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയ കണ്ടാൽ തന്നെ അറിയാം നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നമുക്കിവിടെ കോർണർ സെറ്റ് ഇടാവുന്ന രീതിയിലുള്ള സ്പേസ് കാണാം. ഇവിടെ 2 വശത്തും ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയ ഡബിൾ ഹൈറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയാൽ നല്ല ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ TV യൂണിറ്റാണ്. ഇവിടെ ചാർക്കോൾ പാനലിൻ്റെ ഡിസൈൻ ആ ലൂവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ക്യൂരിയോ ഷെൽഫുകൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ലെഡ്ജാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്ത് ആ ക്യൂരിയോ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഈ ഭിത്തിയിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ആയിട്ട് ഗോൾഡൻ സ്ട്രിപ്പുകളും മുകൾ വരെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. നല്ല ഭംഗിയുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഇത് ഡൈനിങ് ഏരിയ ആണ്. അതിന് ചേർന്ന് തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ക്യൂരിയോ ഷെൽഫ് ഒരു ആർക്കി ഡ്രൈവ് ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടന്നു വരാം നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക്. ലിവിങ് സ്പേസ് പോലെ തന്നെ വലിയ വിശാലമായിട്ടുള്ള നല്ല പ്രൈവസിയുള്ള ഒരു ഡൈനിങ് സ്പേസാണിത്. വലിയ ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളെങ്കിലും ഇടാനുള്ള സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ജനലുകൾക്ക് ചുറ്റും ഒരു വീഡിങ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാഷ് ബേസിൻ ഈ ഭാഗത്ത് ഒതുങ്ങി മാറി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു നല്ല മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു LED മിററാണ് ഇവിടെ വരുന്നത്. ഇവിടെ ജാഗ്വാറിൻ്റേതാണ് ഈ ടാപ്പ്. സെറയുടേതാണ് വാഷ് ബേസിൻ. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് പോലത്തെ ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. താഴെ വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ആർക്കി ഡ്രൈവ് കൂടി ഇവിടെ വരുന്നുണ്ട്. അത് 2 ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ LED ലൈറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ഇതാണ്. ഓപ്പൺ കൺസെപ്റ്റിൽ കിച്ചൺ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. 2 ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് അകത്തേക്ക് വരാം. L ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫുൾ ബോഡി ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ലോവർ ഡിസൈൻ പാറ്റേൺ ചെയ്തിരിക്കുന്നതായി കാണാം. 2 കിച്ചൺ വിൻഡോയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു. അപ്പോൾ 3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത്
സിങ്കാണ്. സിങ്ക് സെറയുടേതാണ് ടാപ്പുകളെല്ലാം, മാനുഫാക്ചറുള്ള സിങ്കും കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. ഇതാണ് വർക്ക് ഏരിയ സ്പേസ്. അപ്പോൾ റഫ് വർക്കൊക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ ടാപ്പും ഒരു സിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് വശത്തേക്ക് നമുക്ക് ഇറങ്ങാം. ഈ ഡോർ തുറന്നാൽ ഈ വശത്തേക്ക് പോകാം. ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുള്ള ഡോറുണ്ട്. അത് ഡോർ തുറന്ന് നമുക്ക് ആ സൈഡിലേക്ക് പോകാവുന്നതാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. 2 ബെഡ്റൂമുകളിൽ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഈ വീടിൻ്റെ ഡോറുകളെല്ലാം നല്ല ക്വാളിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാം തേക്കുട്ടിലാണ് ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ഏകദേശം ഒരു 12-13 വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. ഇവിടെ ഒരു 3 പാളി ജനലുണ്ട്. ഇവിടെ ഓരോ പാളികളുടെ ജനലുകൾക്കെല്ലാം സൈഡിൽ ബീഡിങ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് മൾട്ടിവുഡിലാണ് വാർഡ്രോബുകളുടെ നിർമ്മാണം. താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഹാൻഡിൽ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാത്റൂം ഒന്ന് നോക്കാം. ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറിലാണ് വരുന്നത്. അതൊരു തേക്കും ഈട്ടിയും കൂടിയുള്ള കളറിലുള്ള ഡിസൈൻ പാറ്റേൺ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ബാത്റൂം. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈൽ സെലക്ഷൻ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ. ഇവിടെ ഈ ഭാഗത്താണ് ഷവർ വരുന്നത്. ക്ലോസറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റെല്ലാം ജാഗ്വാറിൻ്റേതാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടേതാണ് വാഷ് ബേസിൻ. അപ്പോൾ സെറയും ജാഗ്വാറുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വിച്ച് ലെഗ്രാൻഡാണ്. അപ്പോൾ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. സ്റ്റെപ്പിനടിയിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ അവിടെ വയ്ക്കാം. താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. ഇതാ ഫ്രണ്ട് ഏരിയയിൽ തൊട്ട് പുറകിലുള്ള ആ ഒരു ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമും വലിപ്പമുള്ളത് തന്നെയാണ്. ഇത് നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാൾ അല്പം കൂടി വലിപ്പം കൂടുതലുണ്ടെങ്കിലുള്ളൂ. ഇവിടെ ആ ഡ്രസ്സിങ് ഏരിയ സെയിം പാറ്റേൺ. ഇവിടെ ജനൽ, ഇവിടെ ആ ഫ്രണ്ട് ഏരിയയിൽ കണ്ട ജനൽ, ഇവിടെ വാർഡ്രോബ് സെയിം ഫിനിഷിങ്. അതുകൊണ്ടത് കൂടുതൽ പറയാനുള്ള. മുകളിലായിട്ട് ഫോൾസിൽ വർക്ക് വരുന്നുണ്ട്. 2 സൈഡിലും ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ബീഡിങ് അല്ല, പ്രൊഫൈൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂമിനേക്കാൾ അല്പം കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂമാണിത്. നല്ല സ്പേഷ്യസ് ആണ്. ഈ ബാത്റൂമിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഫിറ്റിങ്സും ജാഗ്വാറിൻ്റേതാണെന്ന് പറഞ്ഞു. ഗ്ലാസ് പാർട്ടീഷൻ, ബെഡ്റൂം ട്രെയുമായിട്ട് തിരിച്ചിരിക്കുന്നു. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, അങ്ങനെ സെറയുടെ വാഷ് ബേസിൻ, അങ്ങനെ എല്ലാം ഒരു നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബാത്റൂം. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകളിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അതേ സ്റ്റെപ്പുകളാണ്. ആ മാറ്റ് ഫിനിഷിൽ വരുന്ന ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽ വരുന്നത് തേക്കൂട്ടിലാണ്. പ്ലെയിൻ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അത് വരുമ്പോൾ ഇവിടെ വലിയൊരു ഗ്ലാസ് വിൻഡോ ഫിക്സഡ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. അതും നല്ല നീളത്തിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇറങ്ങി നോക്കിയാൽ അറിയാം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഒരു മാർബിളിൻ്റെ ഡിസൈനിലുള്ള ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ്, മുകളിൽ ലെഡ്ജ്, ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു വർക്കിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മുകളിലെ സ്റ്റോറേജ് സ്പേസ്, ഒരു വർക്കിംഗ് ടേബിൾ. അപ്പോൾ മുകളിൽ 2 ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉണ്ട്. ആദ്യം ഈ ബെഡ്റൂം നോക്കാം. ബെഡ്റൂമുകൾ താഴത്തെ ബെഡ്റൂമിൽ കണ്ട അത് എക്സാക്റ്റ് സെയിം അളവ് തന്നെയാണ് ബെഡ്റൂമുകൾക്ക് വരുന്നത്. എൻ്റെ മുകളിൽ തന്നെയാണ് വരുന്നത്. 2 വശത്തും ജനൽ, ഡ്രസ്സിങ് ഏരിയ, വാർഡ്രോബിൻ്റെ കളറുകൾക്ക് ഇവിടെ വുഡൻ ഡിസൈനിലാണ് വരുന്നത്. ബാത്റൂം വേറെ കൂടുതലൊന്നും പറയാനില്ല. അതേ ഫിനിഷിങ്ങിൽ വരുന്ന നല്ല ഭംഗിയുള്ള ബാത്റൂമാണ്. കൂടുതൽ പറയാനില്ല. എല്ലാത്തിനും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ബെഡ്റൂം, ഇനി 4ാമത്തെ ബെഡ്റൂം ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ ഒരേപോലെയുള്ള 2 ജനൽ ഇവിടെ, ഒരു ജനൽ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ടേബിൾ, ഇവിടെ വാർഡ്രോബ്. താഴത്തെ 2 വാർഡ്രോബും ഒരേ കളറാണ്. മുകളിലത്തെ 2 വാർഡ്രോബും ഈ കളറുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാത്റൂമിൻ്റെ എല്ലാ ഡോറുകളും ഒരേപോലെയുള്ളതാണ്. ഇതാണ് ബാത്റൂം. സ്റ്റൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. സെയിം ക്വാളിറ്റിയുള്ള ഇത് തന്നെ, പക്ഷേ കളർ പാറ്റേണിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്കിയൊന്നും വ്യത്യാസമില്ല. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. യൂട്ടിലിറ്റി സ്പേസ് ഇതാണ്.
ഈ ഡോർ തുറന്ന യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇതിൻ്റെ ലോക്കെല്ലാം ബ്ലാക്ക് കളറിലുള്ള ഗോദ്രേജിൻ്റെ ലോക്കുകളാണ്. അപ്പോൾ എല്ലാം ബ്രാൻഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. ഈ ഡോർ തുറന്നാൽ നമുക്ക് ടെറസിലേക്ക് പോകാം. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഫുള്ളി കവേർഡാണ്. ഇവിടെ സെറയുടെ വാഷ് ബേസിൻ, ഇവിടെ ആ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടുള്ള ടാപ്പും കണക്ഷൻ പോയിൻറ്റും അതിൻ്റെ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയ തന്നെയാണ്. ബാൽക്കണി, ഈ ഡോറ് തുറന്ന് ബാൽക്കണി, നീളത്തിലുള്ള വലിയ ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വെർട്ടിക്കൽ ഡിസൈനിൻ്റെ ട്യൂബ് കൊടുത്തിട്ടുണ്ട്, സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന വെർട്ടിക്കൽ ട്യൂബുകളാണത്. ഇവിടെ ഹാൻഡിൽ സ്റ്റീലും ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. മുകളിൽ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നിർമ്മിച്ച 5.1 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റ് 550 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച 4 ബെഡ്റൂം വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ നല്ല ഭംഗിയിൽ നിർമ്മിച്ച ഒരു വീടാണ് നമ്മൾ കണ്ടത്. 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. കിണർ വെള്ളമുണ്ട്, KW വാട്ടർ കണക്ഷൻ ഉണ്ട്. ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരം ഉണ്ടാകും. സിവിൽ സ്റ്റേഷനിലേക്കും അത്ര തന്നെ ആയിരിക്കും ഏകദേശ ദൂരം വരിക. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വരുന്നത്. ഈ വീടിൻ്റെ വിലയാണ് ഇനി പറയാൻ പോകുന്നത്. 1,10,00,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്താം, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.